ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ കണ്ടിന്യൂഷനാണ്. ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ആവശ്യമുള്ള എല്ലാവരും അത് പോയി കാണുക. അത് പോയി കണ്ടതിന് ശേഷം മാത്രമാണ് ഇത് കാണേണ്ടത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നാണ്? ഉത്തരം 1946 ഡിസംബർ 11. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി സാന്നിധ്യത്തെ പറ്റി നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളായിട്ടുണ്ടായിരുന്നത് 17 പേരായിരുന്നു. ഇതിൽ 3 സ്ത്രീകളും ഉണ്ടായിരുന്നു. സ്ത്രീകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ എന്നിവരായിരുന്നു. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയാണ് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. ഇനി തിരുവിതാംകൂറിൽ നിന്നും ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഉണ്ടായിരുന്നെന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പഠിക്കുക. പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, ആനി മസ്ക്രീൻ, KA മുഹമ്മദ്, PT ചാക്കോ. അപ്പോൾ ആരൊക്കെയായിരുന്നു? 6 പേരായിരുന്നു തിരുവിതാംകൂറിൽ നിന്നും ഉണ്ടായിരുന്നത്. പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, ആനി മസ്ക്രീൻ, KA മുഹമ്മദ്, PT ചാക്കോ. ഇനി കൊച്ചിയിൽ നിന്നും ഉണ്ടായിരുന്നത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അപ്പോൾ ആരാണ്? പനമ്പിള്ളി മേനോനാണ് കൊച്ചിയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. മദ്രാസിൽ നിന്നും ഉണ്ടായിരുന്നത്. മദ്രാസ് സംസ്ഥാനത്തിൽ ഉൾപ്പെട്ട മലബാറിനെ പ്രതിനിധീകരിച്ചായിരുന്നു അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയായിരുന്നു? അമ്മു സ്വാമിനാഥൻ ഉണ്ടായിരുന്നു, ദാക്ഷായണി വേലായുധൻ, AK മേനോൻ, B പോക്കർ സാഹിബ് ബഹദൂർ, KTM അഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, P കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, K മാധവ മേനോൻ. അങ്ങനെ 9 പേരായിരുന്നു മദ്രാസിൽ നിന്നും തിരഞ്ഞെടുത്തത്. ഇനി യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഒരു വ്യക്തി, ജോൺ മത്തായി. അപ്പോൾ യുണൈറ്റഡ് പ്രൊവിൻസ്, അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് തിരഞ്ഞെടുത്ത വ്യക്തി, തിരുവിതാംകൂറിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തി, ഇതൊക്കെ പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. മദ്രാസിൽ നിന്നുള്ളത് കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ ആരൊക്കെയാണ്? ഉത്തരം HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഇത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരെ ചോദിച്ചാൽ HC മുഖർജി, VT കൃഷ്ണമാചാരി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ HVR അയ്യങ്കാർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറിയാണ് HVR അയ്യങ്കാർ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനിയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്റ്റ്മാൻ SN മുഖർജി ആയിരുന്നു. നമുക്കിനി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണെന്ന് നോക്കാം. BN റാവു ആണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അഥവാ നക്കൽ തയ്യാറാക്കിയത്. BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്നതും ഇദ്ദേഹം തന്നെയായിരുന്നു. BN റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനും BN റാവു ആണ്. മ്യാൻമറിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാലും ആൻസർ BN റാവു ആണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് പ്രേം ബിഹാരി നരൈൻ റെയ്സ്ദ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലൊക്കെ തയ്യാറാക്കിയ ഭരണഘടനയുടെ അസൽ പ്രതി ഹീലിയം നിറച്ച പ്രത്യേക പെട്ടികളിലാക്കി പാർലമെൻറ്റിലെ ലൈബ്രറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഭരണഘടനയുടെ കവർ പേജ്, ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഭരണഘടനയുടെ കവർ പേജ്, ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളാണ് ഫ്രാങ്ക് ആന്റണി, SH പ്രാറ്റർ, MVN കോളിൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികൾ HP മോദി, RK സിദ്വ, MR മസാനി എന്നിവരാണ്.
ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു ദാംബർ സിംഗ് ഗുരുങ് എന്ന് പറയുന്ന. ഇത് ഒരു പ്രാവശ്യം പറഞ്ഞു പോയത്, ഇതൊന്നും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. എന്നാലും നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വായിച്ചു എന്നേ ഉള്ളൂ. അത്യാവശ്യമുള്ളതെല്ലാം ഞാൻ 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഒന്നുകൂടി റിപ്പീറ്റ് കാണണമെന്നുള്ളവർ പോസ് ചെയ്ത് വെച്ച് ഒന്നേന്ന് ക്ലാസ് ഇട്ട് കാണുക കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്കാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നു. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് സമ്മേളിക്കുന്നത് 1947 നവംബർ 17 കേട്ടോ. അപ്പോൾ എന്നാണ് 1947 നവംബർ 17. ഈ സമ്മേളനത്തിൽ GV മാവലങ്കറിനെ സ്പീക്കറായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ്. 1949 നവംബർ 26. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിനങ്ങൾ നമുക്ക് പഠിക്കണം. അതായത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഓരോന്നും. ദേശീയ പതാക എന്നാണ് അംഗീകരിച്ചത്? 1947 ജൂലൈ 22. അപ്പം ദേശീയ പതാക ഭരണഘടന അംഗീകരിക്കുന്നത് എന്നാണ്? 1947 ജൂലൈ 22. ഇനി ദേശീയ ഗാനം അംഗീകരിക്കുന്നത് 1950 ജനുവരി 24. ദേശീയ ഗാനവും ദേശീയ ഗീതവും 1950 ജനുവരി 24 അംഗീകരിക്കുന്നത്. ദേശീയ മുദ്ര 1950 ജനുവരി 26. മാറിപ്പോവരുത്. ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ദേശീയ പതാക അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22. ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവ 1950 ജനുവരി 24 അംഗീകരിക്കുന്നത്. ദേശീയ മുദ്ര 1950 ജനുവരി 26 അംഗീകരിക്കുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എന്നു ചോദിച്ചാൽ 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത് 1950 ജനുവരി 24. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം കൂടിയത് 1950 ജനുവരി 24. അന്ന് തന്നെയാണ് എല്ലാ അംഗങ്ങളും ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. 284 അംഗങ്ങളാണ് ഭരണഘടനയിൽ ഒപ്പുവെക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് നിലവിൽ വരുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ജനുവരി 26. ദേശീയ നിയമദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ദിനമായ നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് നവംബർ 26 തന്നെയാണ് കേട്ടോ. അപ്പം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് 2018 ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൺ ഡാഷ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ്. എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഉത്തരം അറിയാലോ, 1950 ജനുവരി 26. 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസ്സാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം എത്രയാണെന്ന് പഠിക്കുക. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം പഠിക്കുക. 2 വർഷം 11 മാസം 18 ദിവസം. അപ്പോൾ 2 വർഷം 11 മാസം 18 ദിവസമായിരുന്നു ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് ചിലവായ തുക 64 ലക്ഷം രൂപയാണ്. മൊത്തം 11 സെക്ഷനുകളിലായി ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആകെ ദിവസങ്ങളുടെ എണ്ണം 165 ദിവസം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയാം. 395 ആർട്ടിക്കിൾ, 395 അനുച്ഛേദങ്ങൾ അഥവാ 395 ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു. 8 പട്ടികകൾ, 22 ഭാഗങ്ങൾ എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത്. 470ഓളം അനുച്ഛേദങ്ങളും 12 പട്ടികകളും 25 ഭാഗങ്ങളുമാണ്
ഭരണഘടനയിൽ ഇപ്പോഴുള്ളത്. എന്നാൽ നിലവിൽ വന്ന സമയത്ത് 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു, 8 പട്ടികകൾ ഉണ്ടായിരുന്നു, 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു.